Hello everyone, welcome to Excel by Learning. സയൻസ് ഒളിമ്പ്യാഡ് നമ്മുടെ NSE-JS എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കോച്ചിങ് ക്ലാസ്സുകൾ നമ്മുടെ ഈ ഒരു ചാനൽ അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്പെഷ്യലി ഒരു ഫ്യൂച്ചർ ക്ലാസ് ഒക്കെ ആലോചിക്കുകയാണെങ്കിൽ ഇതില്ലാത്ത ഒരു കെമിസ്ട്രിയിലെ ഒരു കോമ്പറ്റീഷൻ എക്സാംസും ഉണ്ടാവില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് കാർബൺ കോമ്പൗണ്ട്സ്. നമുക്കറിയാം ഓർഗാനിക് കെമിസ്ട്രിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾ നീറ്റ് അല്ലെങ്കിൽ JEE എക്സാം ഒക്കെ എടുക്കുകയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കെമിസ്ട്രിയിൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് അത്. കാരണം നല്ല തിയറി കൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. മാത്രമല്ല ഒരുപാട് എക്സെപ്ഷൻ കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മൾ നന്നായിട്ട് പഠിച്ച് റെഡിയാക്കി എഴുതി അല്ലെങ്കിൽ ചെയ്ത് പഠിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഇതിലെ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കാർബൺ കോമ്പൗണ്ട്സുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ആൻസർ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു എക്സാം എഴുതുന്ന NSE-JS എഴുതുന്ന മുഴുവൻ കുട്ടികൾക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം അത്രയും വെരി യൂസ്ഫുൾ ആയിട്ടുള്ള രൂപത്തിലാണ് നമ്മുടെ എക്സാം ബൈ ലേണിംഗ് ഓരോ ക്ലാസ്സുകളും നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. എൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ബുക്കും പെന്നുമായിട്ട് മുമ്പിൽ ഇരിക്കുക. ഓർഗാനിക് കെമിസ്ട്രിയാണ്, എഴുതി ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, ആൻസർ കിട്ടുന്നുണ്ടോന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. കിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് അതിൻ്റെ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ മതി. റെഡി, ലെറ്റ്സ് സ്റ്റാർട്ട്. തുടങ്ങല്ലേ, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ, ശ്രദ്ധ പോകരുത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോംസ് എ ഹോമോലോഗസ് സീരീസ്? ഇതിൽ ഹോമോലോഗസ് സീരീസ് ഏതാണ് എന്നുള്ളതാണ്. ഈഥെയ്ൻ, എത്തിലീൻ, അസറ്റിലീൻ. ഈഥെയ്ൻ, പ്രൊപ്പെയ്ൻ, ബ്യൂട്ടനോൺ. മെത്തനാൽ, എത്തനോൾ, പ്രൊപ്പനോയിക് ആസിഡ്. ബ്യൂട്ടെയ്ൻ, 2-methyl butane, 2,3-dimethyl butane. അപ്പോൾ ഇവിടെ കോമയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. യെസ്, ഹോമോലോഗസ് സീരീസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. കാർബണിൻ്റെ നമ്പർ 1 കൂടുന്നതിനനുസരിച്ച് ഹൈഡ്രജൻ്റെ എണ്ണം 2 കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള 2 കോമ്പൗണ്ടുകൾ തമ്മിൽ, മോളിക്യൂൾസുകൾ തമ്മിൽ CH2 ഡിഫറൻസ് വരികയാണെങ്കിൽ അവരെ വിളിച്ച പേരാണ് എന്ത്, ഹോമോലോഗസ് സീരീസ് അല്ലേ. CH4ൻ്റെ ഹോമോലോഗസ് സീരീസ് ആരാണ്, ഈ പറഞ്ഞ C2H6 ആണ് അല്ലേ. C2H2യുടെ ഹോമോലോഗസ് സീരീസ് ആരാ, കാർബണിൻ്റെ എണ്ണം 1 കൂട്ടിയാൽ മതി, ഹൈഡ്രജൻ്റെ എണ്ണം 2 ഡിഫറൻസ് വരണം. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, CH2 ആയിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റെഡി, ശരി നോക്കിയേ. ഈഥെയ്ൻ 2 കാർബൺ ആണ്. അടുത്തതായി ഈഥീൻ, അവിടെ ഇത്ര തന്നെയാണ് കാർബൺ, 2 കാർബൺ തന്നെയാണ്. കാർബണിൻ്റെ വ്യത്യാസമില്ല. അസറ്റിലീൻ, അസറ്റിലീൻ എന്ന് പറഞ്ഞാൽ ഈഥൈനിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, കോമൺ നെയിം ആണ് എന്ത്, അസറ്റിലീൻ എന്ന് പറയുന്നത്. സോ ഈഥൈൻ, ഈഥീൻ, ഈഥൈൻ, അതാണ് ആക്ച്വലി വന്നത്. ഈഥീൻ എന്നുള്ളതിന് എത്തിലീൻ എന്നും പറയും കേട്ടോ. രണ്ടും കോമൺ നെയിം കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേതായാലും അല്ല. ഇനി എന്താ, ഈഥെയ്ൻ, പ്രൊപ്പെയ്ൻ, കുഴപ്പമില്ല. ഈഥെയ്ൻ ഒന്നും കൂടി, പ്രൊപ്പെയ്ൻ കറക്റ്റാണ്. C2H6 ആണ്. C3H8 ആണ്. ബട്ട് ബ്യൂട്ടനോൺ, ഓൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതിൽ ഓക്സിജൻ വന്നു കഴിഞ്ഞു. അപ്പോൾ അതേതായാലും അല്ല. മെത്തനാൽ, മെത്തനാൽ കഴിഞ്ഞിട്ട് ഏതാ, എത്തനോൾ, എത്തനോൾ കഴിഞ്ഞിട്ട് പ്രൊപ്പനോയിക് ആസിഡ്. ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലില്ല, കാരണം ഓയിക് ആസിഡിൽ 2 ഓക്സിജൻ ഉണ്ടാകും. എത്തനോളിലൊക്കെ സിംഗിൾ ഓക്സിജൻ ആണ്, OH ആണ് അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരിക അല്ലേ. ഇവിടെ CHO ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ബ്യൂട്ടെയ്ൻ, അപ്പോൾ ഇത് 3 അല്ലാത്ത സ്ഥിതിക്ക് ആൻസർ തന്നെ ആയിരിക്കും, ഓപ്ഷൻ D തന്നെയായിരിക്കും അല്ലേ. ബ്യൂട്ടെയ്ൻ, ബ്യൂട്ടെയ്ൻ നമുക്കറിയാം എന്താണ്, C4H10 ആണ് അല്ലേ. ബ്യൂട്ടെയ്ൻ 2-methyl butane. 2-methyl എന്ന് പറയുമ്പോൾ എന്തായി, അവിടെ കാർബൺ ഒന്നുകൂടി സ്വാഭാവികമായിട്ടും CH3 ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. CH3 ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു ഹൈഡ്രജനിന് പകരം അവിടെ എന്ത് ചെയ്തു, ബോണ്ട് വന്നിട്ടാണ് CH3 വന്നത്. അപ്പോൾ ടോട്ടൽ എന്ത് ചെയ്യുന്നു, ഈ രൂപത്തിൽ കാർബൺ 1 കൂടുന്നു, ഹൈഡ്രജൻ 2 കൂടുള്ളൂ. കാരണം എന്തേ, ഈ പറഞ്ഞ ഇതിലെ സ്ട്രക്ചർ വരച്ച് നോക്കിയാൽ മതി. ഒരു ഹൈഡ്രജന് പകരം നമ്മൾ CH3, അപ്പോൾ ടോട്ടൽ ഹൈഡ്രജൻ എത്ര തന്നെ ആഡ് ചെയ്യുന്നുള്ളൂ, 2 ആഡ് ചെയ്യുന്നുള്ളൂ. സോ സ്വാഭാവികമായിട്ട് ഇയാൾ വരുന്നത് എത്രയായിരിക്കും, ഈ പറഞ്ഞ രൂപത്തിൽ C5H12 ആയിരിക്കും ഇതിൻ്റെ കെമിക്കൽ ഫോർമുല. ഡൗട്ടുള്ള ഒരു സ്ട്രക്ചർ വരച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇനിയോ 2,3-dimethyl butane, ഇവിടെയും ഇതേപോലെ തന്നെ
കാർബൺ മെയിൻ കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ മെയിൻ സ്ട്രക്ചറിൽ 4 കാർബൺ തന്നെ, പക്ഷെ 2 3 2 കാർബൺ എന്ത് ചെയ്തു എക്സ്ട്രാ ഇട്ടു. അപ്പൊ സി എത്ര ആയിട്ടുണ്ടാവും 6 ആയിട്ടുണ്ടാകും. ഇനിയോ ഈ പറഞ്ഞ ബ്യൂട്ടൈനിൽ 10 ഹൈഡ്രജൻ ഉണ്ടായിരുന്നിടത്ത് 2 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് 2 CH3 കയറി പോയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ടോട്ടൽ വരുമ്പോൾ എന്തായിട്ടുള്ളൂ ഈ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്തു ഹൈഡ്രജന്റെ എണ്ണം 14 ആയിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. ഡൗട്ടുള്ളവർ എന്താ മതി ആ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കിയാൽ മതി, പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഈ രൂപത്തിൽ എന്ത് ചെയ്തു ഇവരാണ് നെക്സ്റ്റ് ആയിട്ടുള്ള കണ്ടോ എല്ലാവരുടെയും ഡിഫറൻസ് എത്രയാണ് CH2 ഡിഫറൻസ് ആണ്. ഇവരാണ് ഹോമോലോഗസ് സീരീസ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. റെഡി ആണല്ലോ? Okay, so the answer is option D ആണ് butane 2-methyl butane 2,3-dimethyl butane. Ready? Okay, the expected values of the normal boiling point of 2 compounds A and B given below are TA and TB. അപ്പോൾ അയാളുടെ ടെമ്പറേച്ചർ ഓഫ് എ ടെമ്പറേച്ചർ ഓഫ് ബി ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആർക്കാണ് ഈ പറഞ്ഞ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ ഉണ്ടാവുക? അപ്പൊ എ കൊടുത്തിട്ടുണ്ട്, ബി കൊടുത്തിട്ടുണ്ട്. ബിക്കാണ് കൂടുതൽ, അതല്ല എക്കാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. രണ്ടുപേർക്കും സെയിം ബോയിലിംഗ് പോയിന്റ് ആണ്. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയൂല. ഇത്രയുമാണ് അതിലെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഏതായിരിക്കും മക്കൾ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക? എസ് പറയാൻ പറ്റുമോ? ഇവിടെ നമുക്ക് ഈ പറഞ്ഞ രണ്ടുപേരെയും നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി കാണാൻ പറ്റും അല്ലെ. ദേ ആർ ഐസോമേഴ്സ്, രണ്ടുപേരും ഐസോമർ ആണ് അല്ലെ. ഇതാരാ നമ്മൾ ഈ പറയാം ദിസ് ഇസ് എ ഫസ്റ്റ് കാർബൺ, this is the first carbon and this is the second carbon. ഫസ്റ്റ് കാർബണിൽ ഒരു ക്ലോറിൻ, സെക്കൻഡ് കാർബണിൽ ഒരു ക്ലോറിൻ. ഇവിടെ അങ്ങനെ തന്നെ അല്ലേ, ഫസ്റ്റ് കാർബണിൽ ഒരു ക്ലോറിൻ, സെക്കൻഡ് കാർബണിൽ ഒരു ക്ലോറിൻ. ഇയാളുടെ പേര് 1,2-ഡൈക്ലോറോ ഈഥീൻ എന്നായിരിക്കും പേര് വരിക. 1,2-ഡൈക്ലോറോ ഈഥീൻ. പക്ഷെ ഇവിടെ പ്രത്യേകത ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലോറിൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അനദർ ക്ലോറിൻ. ഇവിടെയോ 2 ക്ലോറിനും സെയിം സൈഡിലാണ്. എടാ 2 ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എസ്പെഷ്യലി ക്ലോറിൻ പോലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ സെയിം സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളെ വിളിക്കുന്ന പേരാണ് സിസ് ഐസോമർ എന്നാണ് വിളിക്കുക. ഒരു പുതിയ ടേം ആയിരിക്കും സിസ് ഐസോമർ. അപ്പൊ ഇതെന്താണ് ആക്ച്വലി സിസ് 1,2-ഡൈക്ലോറോ ഈഥൈൻ ആണ്. എന്നാൽ ക്ലോറിനുകൾ ഓപ്പോസിറ്റ് ആണെങ്കിലോ എപ്പോഴും ഒരു സൈഡിൽ തന്നെ ക്ലോറിൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കാർബൺ, എൻ്റെ ഇവിടെ ക്ലോറിൻ ഇവിടെയും ക്ലോറിൻ അങ്ങനെ വരാം. എന്നാലോ നമ്മൾ പറഞ്ഞത് ഇവിടെ ഓപ്പോസിറ്റ് ആണ്. ഒന്നും ചെയ്തു ഇവിടെ ക്ലോറിൻ, അപ്പുറത്ത് അവിടെയാണ് ക്ലോറിൻ കിടക്കുന്നത്. ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഇത് വിളിക്കും ട്രാൻസ് ഐസോമർ എന്നാണ് വിളിക്കുക. ദിസ് ഈസ് ട്രാൻസ് 1,2-ഡൈക്ലോറോ ഈഥീൻ. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞെങ്കിലും ഇവിടെ സിസും ട്രാൻസും രണ്ടും ഒരേ കെമിക്കൽ ഫോർമുല സെയിം അല്ലേ. അപ്പോൾ ഇതിന്റെ ബോയിലിംഗ് പോയിന്റും സെയിം ആവേണ്ടല്ലേ? ഇവിടെ അല്ലേ വരേണ്ടത്? അല്ല, വ്യത്യാസമുണ്ട്. കാരണം ഇവർക്ക് ഈ പറഞ്ഞ സിസും ട്രാൻസും ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ചേഞ്ച് ഉണ്ട്. ദാറ്റ് ഈസ് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, ഈ പറഞ്ഞ രണ്ടുപേർക്കും ഡൈപോൾ വ്യത്യാസമാണ്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഈ പറഞ്ഞ ഡൈപോൾ എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിൽ ഇനീക്വലന്റ് ആയിട്ട് എങ്ങനെയാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നതിന്റെ ഒരു മെഷർമെന്റ് ആണ് ആക്ച്വലി. അഥവാ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലാണല്ലോ ക്ലോറിൻ ഉള്ളത്. നമുക്കറിയാം ക്ലോറിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ് വളരെ കൂടുതലാണ് കമ്പയർ ടു കാർബൺ. അപ്പൊ കാർബണിന്റെ ഇലക്ട്രോൺസിനെ ആര് അട്രാക്ട് ചെയ്യും? ക്ലോറിൻ അട്രാക്ട് ചെയ്യും. പക്ഷെ ഇവിടുത്തെ അട്രാക്ഷൻ എങ്ങനെ വരുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്തുണ്ടാവൂല? നമ്മൾ പറഞ്ഞ പോലെ നോൺ പോളാർ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് ആര്? നമ്മൾ പറഞ്ഞ ട്രാൻസ് ഐസോമർ എന്ന് പറയുന്നത്. ട്രാൻസ് ഐസോമർ നോൺ പോളാർ ആണ്, പൊളാരിറ്റി ഇല്ല. എന്നാൽ ഇവിടെ പൊളാരിറ്റി ഉണ്ടാകും, ഡൈപോൾ മൊമെന്റ് ഉണ്ട്. എന്തുകൊണ്ട്? ഈ പറഞ്ഞ ക്ലോറിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്, പക്ഷെ രണ്ടും വൺ സൈഡിലാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പൊ എന്തെയും രണ്ടും ഈ പറഞ്ഞ കാർബണിന്റെ ആറ്റംസിനെ ഒരു വൺ സൈഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ആ കാർബണിന്റെ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുന്നുണ്ടാവുക. സോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇവിടെ ഇയാൾക്ക് പോളാർ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് ഇത് ഉണ്ടായിട്ടുണ്ടാവുക. സോ ദിസ് ഈസ് നോൺ പോളാർ, ദിസ് ഈസ് പോളാർ. സിസ് പോളാർ ആണ്, ട്രാൻസ് നോൺ പോളാർ ആണ്. അപ്പം ലൈക്കും ഈ പോളാറും നോൺ പോളാറും നമ്മൾ പറഞ്ഞ ബോയിലിംഗ് പോയിന്റുമായിട്ട് എങ്ങനെയാണ് ടച്ച്? അതാണ് ടച്ച്. ഈ പറഞ്ഞ ബോയിലിംഗ് പോയിന്റ് ഓഫ് പോളാർ ഐസോമർ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് നോൺ പോളാർ. അപ്പൊ നമ്മളോട് പറഞ്ഞു ഇയാളാണ് പോളാറ്, സിസ് ആണ് പോളാറ്, ബി ആണ് എന്ത് പോളാറ്. അയാൾക്കായിരിക്കും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ ഉണ്ടാവുക. ബിക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ ആയിരിക്കും
ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ സോ ദിസ് ഈസ് ദ മെയിൻ പോയിന്റ്. പോളാർ ഐസോമറിനാണ് നോൺ പോളാർ ഐസോമറിനേക്കാളും ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. സോ ഇയാളാണ് പോളാർ, സിസ് ആയിട്ടുള്ള ഐസോമറാണ് പോളാർ, അയാൾക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. റെഡി കേട്ടോ? ഒരുപാട് പോയിന്റുകൾ കണക്ട് ചെയ്ത് കണ്ടാണ് ഉണ്ടാവുക. അറിയാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കുക, എന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഐസോസ്ട്രക്ചറൽ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്? ഐസോസ്ട്രക്ചർ മീൻസ്, ഐസോ മീൻസ് സെയിം. അപ്പൊ സെയിം സ്ട്രക്ചർ, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് സെയിം സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? അപ്പൊ നമുക്കറിയാം, ഇത് നമുക്ക് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മോളിക്യൂൾസിനൊക്കെ സ്ട്രക്ചർ അറിയണം, അതിന്റെ ജിയോമെട്രി അറിയണം. ചിലത് നമുക്കറിയാം ബെൻഡ് ഷേപ്പ് ഉണ്ടാവും, ചിലത് ലീനിയർ ആയിരിക്കും, ചിലത് എന്തായിരിക്കും പിന്നെ ഡയഗണൽ ആയിരിക്കും. ഇങ്ങനെ പല രൂപത്തിൽ എന്തുണ്ടാകും, സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെ ഉണ്ടാവുക? കാർബൺ ഉണ്ട് അല്ലെ, കാർബൺ ആറ്റം സെൻട്രൽ ആയിരിക്കും ഉണ്ടാവുക. കാർബണിന്റെ റൈറ്റ് സൈഡിൽ ഡബിൾ ബോണ്ട് O, ലെഫ്റ്റ് സൈഡിലും ഡബിൾ ബോണ്ട്. ലീനിയർ സ്ട്രക്ചറാണ് ആർക്ക്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ബാക്കിയുള്ളതിന്റെ സ്ട്രക്ചർ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, ദിസ് ഈസ് CO2 അല്ലെ. അതിന്റെ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ കൊടുത്ത NO നമുക്കറിയാം ലീനിയർ ആണ്, പക്ഷെ എന്തല്ല, അത് ഡയറ്റോമിക് ആണ് അല്ലെ. ഇപ്പുറത്ത് വൺസ് സെൻട്രൽ ആറ്റം ഉണ്ടോ? ഇതിന് സെൻട്രൽ ആറ്റം ഒന്നും ഇല്ല, ലീനിയർ ആണ് അല്ലെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഓപ്ഷൻ ആരായിരുന്നു? നെക്സ്റ്റ് ഓപ്ഷൻ NO കഴിഞ്ഞു, NO2 നമ്മൾ എടുത്താലോ, NO2 അവിടെ വരുന്നത്. NO2യുടെ സ്ട്രക്ചർ എന്താണ്? ബെൻഡ് ഷേപ്പ് ആണ്. ഓക്കെ, ബെൻഡ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് നമ്മൾ പറഞ്ഞ ആളുമായിട്ടില്ല. പിന്നെ ഏതായിരിക്കും നമ്മൾ ഓപ്ഷൻ വരിക? N2O ആണ്. N2O4 വരുമോ? ഇല്ല, N2O4 ഡൈമർ ഷേപ്പ് ആണ്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. N2O4 ഈ ഒരു ഷേപ്പാണ് N2O4 ഉണ്ടാവുക. എന്നാൽ N2Oക്ക് ഏത് ഷേപ്പാണ് ഉണ്ടാവുക? N2 പറഞ്ഞാൽ നൈട്രസ് ഓക്സൈഡ്. അയാൾക്ക് നമ്മൾ പറഞ്ഞതുപോലെ NO കണ്ടോ, ഡബിൾ ബോണ്ട് ആണ്. ഇവിടെ N തന്നെയാണ് സെൻട്രൽ ആറ്റം, എന്നാൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഡബിൾ ബോണ്ട് ആണ്. ലീനിയർ ആയതുകൊണ്ട് അതായിരിക്കും കറക്റ്റ് ആൻസർ വരിക. സോ ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. നൈട്രസ് ഓക്സൈഡ് ആണ്, N2O ആണ് എന്ത് ചെയ്യുക, CO2ന് സെയിം സ്ട്രക്ചർ ആയിട്ട് വരിക. വിച്ച് ബോണ്ട് വിൽ ബ്രേക്ക് when the following compound is dissolved in water? വാട്ടറിൽ ഡിസോൾവ് ആകുമ്പോൾ ഏത് ബോണ്ടാണ് പെട്ടെന്ന് എന്ത് ചെയ്യുക, അതിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 4 ബോണ്ടുകൾ കാണാൻ പറ്റും. 4 ബോണ്ടുകൾ ഓപ്ഷനിൽ കാണാൻ പറ്റും. ഒന്ന്, ഈ കൊടുത്തിരിക്കുന്ന ആളാരാ, അതൊക്കെ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. HCOOH എന്ന് പറഞ്ഞാൽ ആരാടെ? HCOOH ആരാ? ഫോമിക് ആസിഡ് ആണ് സാധനം അല്ലെ, HCOOH. അല്ലെങ്കിൽ നമ്മുടെ മെത്തനോയിക് ആസിഡ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ആദ്യം കാർബണും ഹൈഡ്രജനും ഒരു ബോണ്ട് ഉണ്ട്, കാർബണും ഓക്സിജനും ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ദാറ്റ് ഇസ് B. ഇനി കാർബണും OHും തമ്മിൽ അവിടെ വരുമ്പോൾ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്, ഓക്സിജനും ഹൈഡ്രജനും ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്. 4 ടൈപ്പ്, ABCDയിൽ 4 ടൈപ്പ് ബോണ്ട് ഉണ്ട്. ഇതിലെ ഏതൊരു ബോണ്ടാണ് ഫസ്റ്റ് വാട്ടറിൽ ഡിസോൾവ് ആകുമ്പോൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ആൻസർ പറയാൻ പറ്റുമോ മക്കളെ? നമ്മൾ ആലോചിച്ച് നോക്കടാ, ഏതായിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരിക? ഇല്ലെങ്കിൽ നമുക്ക് ആൻസറിൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തിയത് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അറിയണം. ഓക്കെ, ഞാൻ 4 ബോണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ട്. A എന്ന് പറയുന്നത് CH ബോണ്ടാണ്, B CO ബോണ്ടാണ്, ഇനി CO സിംഗിൾ ബോണ്ടാണ്, D OH ബോണ്ടാണ്. അപ്പൊ ഇത്രയും ബോണ്ടുകൾ എന്തുണ്ട് ഇതിലുണ്ട്. ഈ പറഞ്ഞ ആളാരാ? HCOOH. നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ എന്തുണ്ടാവുക? HCOH. ഏതൊരാളും വാട്ടറിൽ, എസ്പെഷ്യലി ആസിഡ് ഒക്കെ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ എന്തുണ്ടാകും? ഇറ്റ് പ്രൊഡ്യൂസ് H+ അയോൺ ആൻഡ് HCOO- അയോൺ അല്ലെ. H+ ഉണ്ടാകും, HCOO- അയോണും ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. അസറ്റേറ്റ് അയോൺ ആയിരിക്കും അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവുക. റെഡിയാണല്ലോ? ശരി, എങ്കിൽ ഈ പറഞ്ഞവയിൽ നോക്കിക്കേ, ദ OH ബോണ്ട് ഈസ് പോളാർ. ഈ പറഞ്ഞ OH ബോണ്ട് എന്താണ്? പോളാർ ആണ്. ഓക്സിജൻ അട്രാക്ട് ഇലക്ട്രോൺ മോർ സ്ട്രോങ്ലി ദാൻ ഹൈഡ്രജൻ ആയിരിക്കും. സോ വാട്ടർ സ്റ്റെബിലൈസ് ദ റിലീസ്ഡ് H+ ആസ് H3O+. ഇവിടെ ഉണ്ടാകുന്ന H+ എന്താകും? വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് H+ H2O എന്തുണ്ടാവുക? H3O+, ഹൈഡ്രോണിയം അയോൺ ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. ഹെൻസ് ദിസ് ബോണ്ട് ഈസിലി ബ്രേക്സ് വെൻ ദ കോമ്പൗണ്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോൾ ആദ്യം പൊട്ടുന്ന ബോണ്ട് ഏതാണ്? ഈ പറഞ്ഞ
OH ബോണ്ടാണ്. ആ H+ ആണ് എന്ത് ചെയ്യുക, വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് H3O+ ഉണ്ടാവുക. സോ അവർ ആൻസർ ഏതായിരിക്കും വരുന്നുണ്ടാവുക, ഈ പറഞ്ഞ D ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. അഥവാ D എന്ന് പറയുന്ന ബോണ്ടിന്റെ ഭാഗം ഓപ്ഷൻ D തന്നെയാണ് അവിടെ വരിക. ദിസ് ബോണ്ടാണ് ഫസ്റ്റ് എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. റെഡി? യെസ്, ഓപ്ഷൻ D ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഒരു പുതിയ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു കെമിക്കൽ സ്ട്രക്ചറൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ 4 സ്റ്റേറ്റ്മെന്റും ഉണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 എന്താ, പാരന്റ് കാർബൺ ചെയിൻ കണ്ടെയ്ൻ 3 ഡബിൾ ബോണ്ട്, പാരന്റ് കാർബൺ ചെയിൻ കണ്ടെയ്ൻ 1 ഡബിൾ ബോണ്ട് ആൻഡ് 2 ട്രിപ്പിൾ ബോണ്ട്, parent carbon chain contain 2 double bond and 1 triple bond, parent carbon chain contain 2 double bond and 2 triple bond. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ ഫോർമുലയിൽ നമ്മൾ എണ്ണി നോക്കാൻ വന്ന് 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ 1 2 3 then 4 5 6 7 8 9 10 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ രണ്ടിടത്ത് നോക്കിയാൽ ഒരു പ്രത്യേകത കാണാൻ പറ്റും. ഞാൻ നേരെ എണ്ണിപ്പോഴും 10 ആണ്, ഇങ്ങനെ എണ്ണിയാലും 10 ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണിയാലും 10 ആണ്, ഇവിടുന്ന് അങ്ങോട്ട് എണ്ണിയാലും 10 ആണ്, എങ്ങനെ എണ്ണിയാലും 10 ആണ്. ഇനി പ്രശ്നം എന്താ, ഇവിടുത്തെ സെക്കൻഡ് കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെയാണെങ്കിലോ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് അല്ലെ. ഇപ്പുറത്തും അതേപോലെ തന്നെ എങ്ങനെ വരുന്നു, സെക്കൻഡ് കാർബണിൽ ഡബിൾ ബോണ്ട്, മുകളിൽ ട്രിപ്പിൾ ബോണ്ട്, രണ്ടും സെക്കൻഡ് കാർബൺ തന്നെയാണ്. അപ്പൊ നമ്മൾ ഏത് പ്രിഫർ ചെയ്യും, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഇങ്ങനെ സെയിം നമ്പറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ബോണ്ടിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ പറഞ്ഞ ട്രിപ്പിൾ ബോണ്ട് ആണോ ഡബിൾ ബോണ്ട് ആണോ ഇമ്പോർട്ടൻറ്റ്, ഈ ഡബിൾ ബോണ്ട് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെയും ട്രിപ്പിൾ ബോണ്ടും ഡബിൾ ബോണ്ട് വന്നാൽ ഏതിനാണ് ഇമ്പോർട്ടൻറ്റ്, ഡബിൾ ബോണ്ടിനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എങ്ങനെ എണ്ണണം, ഇങ്ങനെ എണ്ണി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകണം. റെഡി? അഥവാ ഇയാളും ബ്രാഞ്ച് ആയിരിക്കും, ഇയാളും ബ്രാഞ്ച് ആയിരിക്കും. സോ ദിസ് ഈസ് ദ പാരന്റ് കാർബൺ ചെയിൻ കണ്ടെയ്ൻ 1 2 3 3 ഡബിൾ ബോണ്ടുകളാണ് ഉണ്ടാവുക. ഈ പറഞ്ഞ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഭാഗം എന്തായിരിക്കും, നമ്മൾ ബ്രാഞ്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. റെഡി? സോ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. കാരണം എന്തേ, അവിടെ 3 ട്രിപ്പിൾ ബോണ്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുള്ളത്. റെഡി ആണല്ലോ? Yes, option A is the right one. Next question. An unsaturated hydrocarbon having triple covalent bond and has 50 hydrogen atom. The number of carbon atom in its molecule will be. Yes, വളരെ രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്തുണ്ട്, ഒരു അൺസാച്ചുറേറ്റഡ് ആണ് പറഞ്ഞു. സോ ഇറ്റ് മേ ബി ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് ആണ് നമ്മുടെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഒറ്റ സിംഗിൾ ട്രിപ്പിൾ ബോണ്ട് ആണ് അല്ലേ. ട്രിപ്പിൾ കൊവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കണ്ടെയ്ൻ എ സിംഗിൾ ട്രിപ്പിൾ ബോണ്ട്. സോ എന്ത് വന്നിട്ടുണ്ട്, അതിന് 50 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ എങ്കിൽ ഈ പറഞ്ഞ കാർബണിന്റെ നമ്പർ എത്ര എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ആ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് എഴുതുക, CnH2n -2 ആണ്. ആൽക്കൈൻ ആയിരിക്കും, അൺസാച്ചുറേറ്റഡ് ആയിരിക്കും. ശരി, ഹൈഡ്രജന്റെ എണ്ണം എത്ര തന്നിട്ടുണ്ട്, 50 ആണെന്ന് തന്നിട്ടുണ്ട്. ഹൈഡ്രജന്റെ എണ്ണം 50 എന്ന് പറഞ്ഞാൽ ഈ പാർട്ട് എന്താണ്, 50 ആണ്. സോ വി ക്യാൻ റൈറ്റ്, എങ്ങനെ എഴുതാം, 50 is equal to 2n - 2. അതാണല്ലോ ഹൈഡ്രജന്റെ എണ്ണമായിട്ട് നമ്മൾ പറയുന്നത്. സോ 2n - 2 എന്താണ്, 50 ആണെങ്കിൽ 2n is equal to 52 ആയിരിക്കും. സോ n ഷുഡ് ബി 26 ആയിരിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞ ഈ n ആണ് എന്ത്, നമ്മൾ പറയുന്ന കാർബണിന്റെ സെയിം നമ്പർ ഓഫ് n എന്ന് പറയുന്നത്. സോ ഹൈഡ്രജന്റെ എണ്ണം അല്ലെങ്കിൽ n 26 ആണ്. അപ്പൊ കാർബണിന്റെ എണ്ണം എത്രയേ പറ്റുള്ളൂ, അതും 26 ആയേ പറ്റുള്ളൂ. റെഡി? സ്വാഭാവികമായിട്ടും ഓപ്ഷൻ സി ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടാവുക. റെഡി? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ രൂപത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി അല്ലെ. എങ്ങനെയാണ് വരിക, കാർബണിന്റെ എണ്ണം 26 ആണെങ്കിൽ ഹൈഡ്രജൻ ഡബിൾ ഹൈഡ്രജൻ ഉണ്ടാകും -2 അല്ലെ. ഡബിൾ എത്ര വരും, 52 വരും. -2 അടിച്ചാൽ 50 ഹൈഡ്രജൻ വരും. അങ്ങനെയും സിമ്പിൾ ആയിട്ട് ലോജിക്കായിട്ട് ആലോചിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് പ്രോബ്ലം ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാം, കാൽക്കുലേറ്റ് ചെയ്യാം. The final product obtained when methane reacts with chlorine in presence of sunlight is. അപ്പോൾ ചിലതിന് നേരത്തെ പോലെ നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട് വരാം, ഐസോമർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരാം. ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് പരിചയമുള്ള റിയാക്ഷൻ തന്നെയാണ്. മീഥേൻ എന്ത് ചെയ്തു, CH4 എന്ത് ചെയ്തു, ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. എങ്കിൽ
അവിടുത്തെ ഫൈനൽ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇറ്റ്സ് കോൾഡ് അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താ, സോറി അഡീഷൻ അല്ല, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഓരോ ക്ലോറിനും എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഓരോ ഹൈഡ്രജനും എന്ത് ചെയ്യും, ഇതിൽ നിന്ന് റിമൂവ് ആകും. അപ്പൊ ആദ്യം മീഥെയിൻ ആയിരിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ക്ലോറിൻ ഈ പറഞ്ഞ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ ക്ലോറോ മീഥെയിൻ കിട്ടും. ബാക്കി എന്നാലും 3 ഹൈഡ്രജൻ ഉണ്ട്, അതിനെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ ഡൈക്ലോറോ മീഥെയിൻ കിട്ടും, ട്രൈക്ലോറോ മീഥെയിൻ കിട്ടും. അങ്ങനെ ലാസ്റ്റത്തെ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തു. പകരം എന്ത് വന്നു, അവിടെ ക്ലോറിൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. സോ ഈച്ച് ക്ലോറിൻ ഡിസ്പ്ലേസസ് ഈച്ച് ഹൈഡ്രജൻ ആൻഡ് വി വിൽ ഗെറ്റ് ദ ഫൈനൽ പ്രോഡക്റ്റ് CCl4, കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിരിക്കും എന്തുണ്ടാവുക അവിടെ ഫോം ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷൻ ഇപ്പോഴാണ് വരിക, കാർബൺ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുമ്പോൾ. ഇവിടെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള മീഥെയിൻ ആണുള്ളത്, അൺസാച്ചുറേറ്റഡ് വരുമ്പോഴാണ് ഈ ക്ലോറിനുമായിട്ട് അഡീഷൻ റിയാക്ഷൻ ആണ് വരിക. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈഡ്രോകാർബൺ ഹാവ് അസിഡിക് ഹൈഡ്രജൻ? ഇതിൽ ആർക്കാണ് അസിഡിക് ഹൈഡ്രജൻ ഉണ്ടാവുക? ഒന്ന് ഡബിൾ ബോണ്ട് ആണ്, ഒന്ന് ട്രിപ്പിൾ ബോണ്ട് ആണ്, ഒന്ന് സിംഗിൾ ബോണ്ട് ആണ്, അല്ലെങ്കിൽ ആൽക്കെയിൻ ആണ്, അൽക്കീൻ ആണ്, അൽക്കൈൻ ആണ്, C6H6 ആരാണ്, ബെൻസീൻ ആണ്. നമുക്കറിയാം അതെന്താണ്, ഒരു അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ്. ഇതിന് ആദ്യം നമുക്ക് തിയറി നോക്കാം. എന്താണ് ഈ പറഞ്ഞ അസിഡിക് ഹൈഡ്രജൻ? ഇറ്റ് ഇസ് എ ഹൈഡ്രജൻ ആറ്റം ദാറ്റ് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ആസ് എ പ്രോട്ടോൺ ഓർ H+ വെൻ റിയാക്റ്റഡ് വിത്ത് സ്ട്രോങ് ബേസ്. ഈ പറഞ്ഞ ആള് ഒരു സ്ട്രോങ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് H+ റിമൂവ് ചെയ്യുന്നു. H+ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ. H+ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ വിളിച്ച പേരാണിത് അസിഡിക് ഹൈഡ്രജൻ എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞവയിൽ ആൽക്കൈൻ ആയിരിക്കും എന്ത് വരിക, മോസ്റ്റ് അസിഡിക് ഹൈഡ്രജൻ. ഓക്കെ, പിന്നെ വരുന്നതാണ് അരോമാറ്റിക് ആണ്, അത് കുറച്ചും കൂടി മോഡറേറ്റ് ആണ്. അൽക്കീൻ വരുമ്പോൾ വീക്ക് അസിഡിറ്റി ആണ്. ആൽക്കെയിൻ ആണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ട്രിപ്പിൾ ബോണ്ട്, then aromatic, then alkene, then alkane. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അവിടെയാണ് അസിഡിക് ഹൈഡ്രജൻ വരുന്നുണ്ടാവുക. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ഈച്ച് കാർബൺ ആറ്റം ഇൻ ഗ്രാഫൈറ്റ് ഈസ് ഓർ ആർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫൈറ്റ് നമുക്ക് അറിയാം, ഗ്രാഫൈറ്റ് അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ഡയമണ്ട്, ഫുള്ളറീൻ, ഇതൊക്കെ നമുക്കറിയാം കാർബണിന്റെ ഡിഫറെന്റ് അലോട്രോപ്സ് ആണ്. അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്, ആൻസർ ഓപ്ഷൻ ഏതാ വരുന്നുണ്ടാവുക? ഓപ്ഷൻ സി ആയിരിക്കും വരുന്നുണ്ടാവുക. എന്തുകൊണ്ട്? അവിടെ നമുക്കറിയാം ഒരു കാർബൺ ആറ്റത്തിന് 4 വാലൻസി ഉണ്ടാകും. ഓക്കെ, ഇയാൾ ഡിഫറെന്റ് 4 ആറ്റംസുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ പറഞ്ഞ കാർബൺ നമ്മുടെ 4 വാലൻസി, അതിലെ 4ഉം നെക്സ്റ്റ് കാർബണുമായിട്ട് കമ്പൈൻ ചെയ്യൽ എവിടെയാണ്? അതാണ് നമ്മൾ പഠിക്കുന്ന ഈ പറഞ്ഞ ഏതിൽ വരുന്നുണ്ടാവുക, ഡയമണ്ടിൽ വരുന്നുണ്ടാവുക. അതുകൊണ്ട് ഡയമണ്ടിൽ ദർ ഇസ് നോ ഫ്രീ ഇലക്ട്രോൺ, ബിക്കോസ് എല്ലാ ഇലക്ട്രോണും എന്ത് ചെയ്തിട്ടുണ്ട്, അനദർ കാർബണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡയമണ്ട് എന്ത് ചെയ്യാത്ത ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യൂല. എന്നാൽ ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. വാട്ട് ഇസ് ദ റീസൺ? അവിടെ ഇയാള് ഈ പറഞ്ഞ 4 ആളുമായിട്ട് റിയാക്ട് ചെയ്യൂല, എപ്പോഴും 3 ആളുകളുമായിട്ട്, 3 നെക്സ്റ്റ് കാർബൺ ആറ്റവുമായിട്ടാണ് റിയാക്ട് ചെയ്യുക. അപ്പൊ കാർബൺ ഇങ്ങനെയായിരിക്കും സ്ട്രക്ചർ വരിക. ഇയാള് നെക്സ്റ്റ് കാർബണുമായിട്ട്, ഇയാള് നെക്സ്റ്റ് കാർബൺ, ഇയാള് നെക്സ്റ്റ് കാർബൺ, ഇയാള് നെക്സ്റ്റ് കാർബൺ. ഓക്കെ, ഈ രൂപത്തിലാണ് എന്ത് വരുന്നുണ്ടാവുക കേട്ടോ. ഒരു ഹെക്സഗൺ ഷേപ്പാണ് ഗ്രാഫൈറ്റിന് ഈ പറഞ്ഞ പ്ലെയിൻ രൂപത്തിൽ ഉണ്ടാവുക. ഓക്കെ, സോ ഈ പറഞ്ഞ പ്ലെയിൻ ആയിട്ടുള്ളത് കൊവാലന്റ് ബോണ്ട് ആണ്. എന്നാൽ ഒരു ലെയർ എന്ത് ചെയ്യും, നെക്സ്റ്റ് ലെയറുമായിട്ട് വാണ്ടർ വാൾ ഫോഴ്സ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഗ്രാഫൈറ്റിന് എപ്പോഴും ഒരു സ്ലിപ്പറി മൂവ്മെന്റ് ഒക്കെ പോസിബിൾ ആവുന്നതിൽ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. അപ്പൊ അതിന്റെ സ്ട്രക്ചർ പഠിക്കണം. ഇപ്പൊ നമുക്കറിയാം ഇവിടെ കാർബൺ എന്ത് ചെയ്യുന്നില്ല, അതിന്റെ 4 ഇലക്ട്രോൺസും യൂസ് ചെയ്യുന്നില്ല. എപ്പോഴും ഒരു ഫ്രീ ഇലക്ട്രോൺ എന്തുണ്ട്, അതിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. സോ ഇറ്റ് കണ്ടക്ട് ദ ഇലക്ട്രിസിറ്റി ആൻഡ് ആൾസോ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഫ്രീ ഇലക്ട്രോൺസ് എത്രയാണ്? 1 ഫ്രീ ഇലക്ട്രോൺ ആണ് ഗ്രാഫൈറ്റിന്റെ ഓരോ കാർബണിലും ഫ്രീ ആയിട്ട് ഉണ്ടാവുക. The following substances have approximately same molecular mass which is likely to have the highest boiling point. ഇവിടെ എല്ലാവർക്കും എന്താണ്, സെയിം മോളിക്കുലർ മാസ് ആണ് എങ്കിൽ ഇതിൽ ആർക്കാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതലുണ്ടാവുക? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെന്തായിരിക്കും, ഈ പറഞ്ഞ രൂപത്തിൽ ഒരു ഐസോമർ ടൈപ്പ് ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെ. കറക്റ്റ് ഐസോമർ അല്ല, പക്ഷെ ഓൾമോസ്റ്റ് ഇതിന്റെ മോളിക്കുലർ മാസ് എന്താണ്,
ഓൾമോസ്റ്റ് സെയിം ആണ് വരിക. ബട്ട് എന്ത് വരുന്നുണ്ടാകും? ഈ പറഞ്ഞ ബോയിലിംഗ് പോയിന്റ് ഇതിൽ ആരാണ് കൂടുതൽ? ഒന്ന് നോർമൽ ബ്യൂട്ടൈൻ ആണ്, ഒന്ന് ഐസോ ബ്യൂട്ടൈൻ ആണ്. ഒന്ന് നോർമൽ ബ്യൂട്ടനോൾ ആണ്, ഒന്ന് ഐസോ ബ്യൂട്ടനോൾ. അപ്പൊ മക്കളെ, ഈ പറഞ്ഞ 4 ഓപ്ഷനുകളും നമ്മൾ അതിന്റെ സ്ട്രക്ചർ ഒന്ന് ആദ്യം ചെയ്യാം, അനലൈസ് ചെയ്യാം, എന്നിട്ട് ആൻസറിലേക്ക് പോകാം. ദിസ് ഈസ് നോർമൽ ബ്യൂട്ടൈൻ. നോർമൽ ബ്യൂട്ടൈൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ബ്യൂട്ടൈൻ എന്ന സ്ട്രക്ചർ വരക്കണ്ടല്ലോ, CH3 CH2 CH2 CH3, അതാണ് നോർമൽ ബ്യൂട്ടൈൻ. ഐസോ ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 1 2 3 സെക്കൻഡ് കാർബണിൽ ഒരു മീഥൈൽ വരും. 2 മീഥൈൽ പ്രൊപ്പൈൻ ആണ് ആര് നമ്മൾ ഐസോ ബ്യൂട്ടൈൻ എന്ന് പറയാറുള്ളത്. ഓക്കെ, നോർമൽ ബ്യൂട്ടിനോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്യൂട്ടിനോൾ തന്നെ അല്ലേ. 1 2 3 4 അല്ലേ, അഥവാ ഫസ്റ്റ് കാർബണിൽ OH, ബാക്കി സാധാരണ CH2 CH2 CH3, അതാണ് നമ്മളെ നോർമൽ ബ്യൂട്ടനോൾ അഥവാ ബ്യൂട്ടനോൾ തന്നെ. ഇനി ഇവിടെ ഇതേപോലെ തന്നെ 1 2 3 സെക്കൻഡ് കാർബണിൽ എന്ത് വന്നു? ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നു. ഇതാരാണ് ശരിക്ക്? നമ്മൾ 2 മീഥൈൽ പ്രൊപ്പനോൾ ആണ് സാധനം എന്ത്? ഐസോബ്യൂട്ടിനോൾ. എല്ലാം എന്താണ്? ഈ പറഞ്ഞ കോമൺ നെയിം ആണ്, IUPAC നെയിം അല്ല. ഇനി ഇതിനെ നമുക്കൊന്നും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 2 പേരെടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ നോർമൽ ബ്യൂട്ടൈൻ സ്ട്രൈറ്റ് ചെയിൻ ആണ്. അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല, അതിൽ ഈ പറഞ്ഞ വാണ്ടർവാൾ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. നോൺ പോളാർ ആയതുകൊണ്ട് തന്നെ അതിൽ ഫുൾ വീക്ക് ആയിട്ടുള്ള അട്രാക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് വളരെ ലോ ആയിരിക്കും. ഐസോബ്യൂട്ടൈന് സ്ട്രക്ചർ എന്തുണ്ട്? ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബ്രാഞ്ച് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് ഒക്കെ കൂടണം. പക്ഷെ എന്താണ്? മോർ ബ്രാഞ്ചിങ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ലോവർ സർഫസ് ഏരിയ ലോവർ ആവുകയാണ്. സോ ലോവർ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. ഇനി നോർമൽ ബ്യൂട്ടനോളിലോ സ്ട്രൈറ്റ് ചെയിൻ ആണ്, പക്ഷേ ആൽക്കഹോൾ ഉണ്ട്, അഥവാ അവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകും. നേരത്തെ പറഞ്ഞ വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷന് പുറമെ ഹൈഡ്രജൻ ബോണ്ടിങ്, കാരണം ഈ പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് OH വന്നത് കൊണ്ടാണ്. അവിടെ എന്തുണ്ട്? ഈ പറഞ്ഞ രൂപത്തിൽ ബ്രാഞ്ചിങ് ഇല്ല, പക്ഷെ എന്തുണ്ട്? 118 ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് പ്ലസ് മോർ സർഫസ് കോണ്ടാക്ട്. ഓക്കെ, അതുകൊണ്ടാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. എന്നാൽ ഐസോബ്യൂട്ടനോളിലോ ഈ പറഞ്ഞ രൂപത്തിൽ നേരത്തെ പറഞ്ഞ സംഗതിയൊക്കെ സെയിം ആണ്. ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ച് കൂടിയപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ ബോയിലിംഗ് പോയിന്റ് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ബ്രാഞ്ചിങ് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അവിടെ എന്താണ്? സ്ലൈറ്റ്ലി ലെസ് ഹൈഡ്രജൻ ബോണ്ടിങ് ഡ്യൂ ടു ബ്രാഞ്ചിങ്. അവിടെ ഹൈഡ്രജൻ ബോണ്ടുകൾ എന്താണ്? കുറവായതുകൊണ്ട്, ബ്രാഞ്ചിങ് ഉള്ളത് കൊണ്ട് തന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് കുറവാണ്. അതുകൊണ്ട് അതിന്റെ ബോയിലിംഗ് പോയിന്റും കുറവാണ്. നമ്മൾ മനസ്സിലാക്കാൻ ഇത്രേ ഉള്ളൂ. ഈ 4 വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞ മോർ സർഫസ് ഏരിയയുള്ള, അതേപോലെ തന്നെ സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട് ഉള്ള ഇയാൾക്കാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? ഈ പറഞ്ഞ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ നമ്മൾ ആൻസർ ഏതായിരിക്കും വരുന്നുണ്ടാവുക? നോർമൽ ബ്യൂട്ടനോൾ ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അതിന് തൊട്ട് പറയുണ്ടാകും ഈ പറഞ്ഞ ഐസോബ്യൂട്ടനോൾ ഉണ്ടാകും. അഥവാ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഫാക്ടറാണ് എന്ത്? ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കാം. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An organic compound X with the molecular formula C2H4O2. O2 എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആരായിരിക്കും? യെസ്, ഇറ്റ്സ് എ കാർബോക്സിലിക് ആസിഡ്. COOH വരുന്ന ആളായിരിക്കും. ഇറ്റ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്. ഉറപ്പിച്ചു, കാർബോക്സിലിക് ആസിഡ് തന്നെ. ആൻഡ് ഗീവ്സ് ബ്രിസ്ക് എഫർവസൻസ് വിത്ത് സോഡിയം ബൈകാർബണേറ്റ്. ഐഡന്റിഫൈ ദ കോമ്പൗണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാരായിരിക്കും തന്നിട്ടുണ്ടാവുക? ഈ പറഞ്ഞ C2 2 കാർബൺ വരുന്ന കാർബോക്സിലിക് ആസിഡ് ആരാടാ? 2 കാർബൺ വരുന്ന കാർബോക്സിലിക് ആസിഡ് അല്ലേ? നമുക്കറിയാം CH3 COOH, അഥവാ ആരാണിത്? ഈ പറഞ്ഞ അസറ്റിക് ആസിഡ് ആണ്. CH3 COOH അസറ്റിക് ആസിഡ്. വിനെഗർ. ഇയാൾ എന്ത് ചെയ്യുന്നു? സോഡിയം ബൈകാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ആസിഡ് കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഇതിലുള്ള Hഉം ഇതിലുള്ള ഇത് പിന്നെ NaH അല്ലെ, ഇതിലുള്ള എന്ത് ചെയ്യുന്നു? കാർബണേറ്റ് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. സോഡിയം CH3 COO Na അല്ലെ, സോഡിയം അസറ്റേറ്റ് ഉണ്ടാകും, പ്ലസ് വാട്ടർ ഉണ്ടാകും, പ്ലസ് ആരുണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത്? ഇവിടെ ബ്രിസ്ക് എഫർവസൻസ് ആയിട്ട് വന്നുള്ളത്. അപ്പോൾ ഉണ്ടായ പ്രോഡക്റ്റ് എന്താണ്? സോറി, ഐഡന്റിഫൈ ദ കോമ്പൗണ്ട്. കോമ്പൗണ്ട് ഏതാണ്? നമ്മൾ പറഞ്ഞ എത്തനോയിക് ആസിഡ് ആണ് അല്ലെ. ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. എത്തനോയിക് ആസിഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിക് മോളിക്യൂൾ ഡസൻ ഹാവ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്? കാർബണും കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ഇല്ലാത്ത
ഓർഗാനിക് മോളിക്യൂൾ ഇതിനകത്താണ് C3H4O, C3H4O2, C3H8O, C8H6O. യെസ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കാണും? ഈ പറഞ്ഞ C3H4O എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സിംഗിൾ ഓക്സിജൻ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ മിക്കവാറും എന്തായിരിക്കും ഉണ്ടാവുക? ഒരു ആൽഡിഹൈഡോ ഒരു കീറ്റോണോ ആയിരിക്കും ഉണ്ടാവുക. ആൽഡിഹൈഡും കീറ്റോണും വരുമ്പോൾ കാർബൺ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ടാകും അല്ലെ? ഈ പറഞ്ഞ രൂപത്തിൽ കാർബൺ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ആയിരിക്കും അവിടെ പ്രസന്റ് ആവാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ഇനി C3H4O2 എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം ഒരു O2 വരുന്നതുകൊണ്ട് തന്നെ ഒരു കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ ഒരു എസ്റ്റർ ആവാൻ ഉണ്ടാവുക. എസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ? COO ആയിരിക്കും സെൻട്രൽ വരുന്നുണ്ടാവുക അല്ലെ? അല്ലെങ്കിൽ COOH. അപ്പോഴാണല്ലോ ഈ ഓക്സിജൻ രണ്ടെണ്ണം വരിക. അപ്പൊ അതിലൊന്നുണ്ട് നമുക്കറിയാം ഈ ഡബിൾ ബോണ്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാർബൺ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് എന്തായാലും ഉണ്ടാകും. ഇനി C3H8O അല്ലെ? C3H8O എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു സിംഗിൾ ഹൈഡ്രജൻ C3H8 എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ആൽക്കൈനിന് ഈക്വൽ ആണ്. അതിൻ്റെ കൂടെ ഒരു ഓക്സിജൻ അഥവാ എന്ത് വരുന്നു? ഇറ്റ് ഷുഡ് ബി ആൻ ആൽക്കഹോൾ. എന്തായാലും എന്തായിരിക്കും? അയാളൊരു ആൽക്കഹോൾ ആയിരിക്കും. 3 കാർബൺ അല്ലേ? അപ്പോൾ ഒരു പ്രൊപ്പനോൾ ആയിരിക്കും ഉണ്ടാവുക. റെഡി? അയാൾ എന്താണ്? ഓൺലി സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അതിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവുമോ? ഇല്ല. ഇനിയോ C8H6O എന്നുള്ളതാണ് വരുന്നത്. C8H6O എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു അരോമാറ്റിക് ആയിട്ടുള്ള ആളായിരിക്കും. മിക്കവാറും ഒരു ഫീനോൾ ആയിരിക്കും. അരോമാറ്റിക്കിലും എന്തായാലും എന്തുണ്ടാവും? കാർബൺ ഡബിൾ ബോണ്ടും. അപ്പൊ ഇതിലെ ഒരാൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ കാർബൺ ഡബിൾ ബോണ്ട് ഇല്ലാത്തത്. സോ ഡസിൻ ഹാവ് കാർബൺ ഡബിൾ ബോണ്ട് ഇല്ലാത്തത് ആര് മാത്രമാണ്? ആൽക്കഹോൾ ആണ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ആൽക്കഹോൾ ആണോ ആൽക്കെയിൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഡബിൾ ബോണ്ട് പോസിബിലിറ്റി ഉണ്ട് അല്ലേ? ആൽക്കെയിനും ഡബിൾ ബോണ്ട് ഉണ്ടാവില്ല. ആൽക്കീനും ആൽക്കൈനൊക്കെ വരുമ്പോൾ ഡബിളും ട്രിപ്പിളൊക്കെ ആയി മാറുന്നുണ്ട്. റെഡി? അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ C ഇസ് ദ റൈറ്റ് ആൻസർ. ആൽക്കഹോൾ ആണ് ആൻസർ ആയിട്ട് വരിക. 1 mole of hydrocarbon X undergoes complete saturation with 1 mole of hydrogen in process of heat and catalyst. What would be the formula of X? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എക്സ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? അയാള് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താവും പറഞ്ഞത്? കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് അഥവാ അയാളൊരു ആൽക്കെയിൻ ആയിട്ട് മാറും. എടാ, ഇയാള് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ആൽക്കെയിൻ ആവണം എന്നുണ്ടെങ്കിൽ ഇയാൾ എന്തായിരിക്കണം മക്കളെ? ആൽക്കീൻ ആവണം. ഇതാ നമ്മൾ പറഞ്ഞ C2 ഇവിടെ ഇതിൽ ആൽക്കീൻ എവിടെ വരുന്നത്? ആൽക്കീൻ. യെസ്, C5H10 ഇറ്റ്സ് ആൽക്കീൻ. കാർബൺ എത്ര ഉണ്ടോ? അതിന് ഡബിൾ ഉണ്ട്. ഇതാ ഈ പറയുമ്പോൾ C5H10 ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് ചെയ്യും? ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് ആരെ കിട്ടും? ഇതേ രൂപത്തിൽ C5H12 കിട്ടും. കാരണം എന്തേ? ഇവിടെ അഡീഷൻ റിയാക്ഷൻ ആണ്. ഈച്ച് ഹൈഡ്രജൻ ഓരോ കാർബണിലേക്ക് എന്ത് ഉണ്ടാവും? ജോയിൻ ചെയ്തിട്ടുണ്ടാവും. പെൻഡീൻ ബിക്കംസ് പെൻഡെയിൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ബാക്കിയുള്ളവർക്ക് ഇത് ആൽക്കെയിൻ ആണ്. ഇത് ആൽക്കെയിൻ ANE. ഇത് ആൽക്കൈൻ ആണ് വരിക. അയാൾക്കും എന്തില്ല പോസിബിലിറ്റി ഇല്ല. ഇത് ആൽക്കെയിൻ ആണ് വരിക. അപ്പോൾ ഒരു ആൽക്കീനിന് മാത്രമാണ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അൽക്കെയിൻ ആയി മാറുന്ന പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ. സോ ദ ഓപ്ഷൻ C is the right answer. Okay, here the final question. A compound X is obtained by the reaction of alkaline KMnO4 with another compound Y followed by acidification. Compound X also react with the compound Y in presence of few drops of sulfuric acid to form a sweet smelling compound Z. The compound X, Y, Z are respectively. അപ്പോൾ ലാസ്റ്റ് ഒരു സ്വീറ്റ് സ്മെല്ല് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം അതാരായിരിക്കും? സ്വീറ്റ് സ്മെല്ല് ഉണ്ടാകുന്ന ആരാണ്? ഒരു എസ്റ്റർ ആണ്. നോക്കിക്കേ, ഇതിൽ ഏതാടാ എസ്റ്റർ വരുന്നുണ്ടാവുക? Z ആണല്ലോ എസ്റ്റർ. എത്തനോയിക് ആസിഡ് എസ്റ്റർ അല്ല, ഈഥൈൽ എത്തനോയേറ്റ്. അയാളല്ലേ എസ്റ്റർ ആവുക കേട്ടോ. ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ വരാം. ഇവിടെയോ സോഡിയം എത്തനോയേറ്റ്. അപ്പൊ അയാൾക്കൊരു പോസിബിലിറ്റി ഉണ്ട് അവിടെ. കാരണം എന്തേ? രണ്ടും എസ്റ്റർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതിലും A അല്ല C അല്ല എന്ന് ഉറപ്പാണ്. സോ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ B അല്ലെങ്കിൽ D. കാരണം അവിടെ രണ്ടിടത്ത് മാത്രമേ എന്ത് വരുന്നുള്ളൂ? ഈ പറഞ്ഞ എസ്റ്റർ വരുന്നുള്ളൂ. അപ്പൊ ഇതിൽ തന്നെ കറക്റ്റ് ചെയ്ത ആൻസർ സിമ്പിൾ ആണ്. ആലോചിച്ചാൽ മതി. നമ്മൾ പറഞ്ഞു അല്ലെ, ആൽക്കലൈൻ KMnO4 റിയാക്ട് ചെയ്തിട്ടാണ് എന്ത് കിട്ടിയത്? എക്സ് ഒബ്റ്റെയിൻ ചെയ്തത് ഫ്രം Y എന്നുള്ളതാണ്. ആൽക്കലൈൻ KMnO4 റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞ Y എന്ന് പറയുന്ന ആൾ ആരായിരിക്കണം?
ഒരു CH3OH, ഇയാളൊരു ആൽക്കഹോൾ ആയിരിക്കണം. ഇയാളെ നമുക്കറിയാം ആൽക്കലൈൻ KMNO4 റിയാക്ട് ചെയ്താൽ ഇറ്റ്സ് ആൻ ഓക്സിഡേഷൻ, അഥവാ ഓക്സിജനെ ആഡ് ചെയ്യും. ഇറ്റ് വിൽ ബിക്കം അല്ലെ മെത്തനോൾ എന്തായിട്ട് മാറും? CH3COOH ആയിട്ട് മാറും അല്ലെ. സോറി, മെത്തനോൾ അല്ല, CH3CH2OH. എത്തനോൾ എന്തായിട്ട് മാറണം? എത്തനോയിക് ആസിഡ് ആയിട്ട് മാറണം. ഓക്കെ, ആ എത്തനോയിക് ആസിഡ് ആണ് എന്ത് ചെയ്യുന്നത്? എസ്റ്ററിഫിക്കേഷൻ നടത്തുന്നത്. കാരണം എന്തേ? ഈ പറഞ്ഞ എത്തനോയിക് ആസിഡ് നമ്മൾ പറഞ്ഞ വയ്യുമായിട്ട് അഥവാ എത്തനോളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഫ്യൂ ഡ്രോപ്പ് സൾഫ്യൂരിക് ആസിഡ്, നമുക്കറിയാം ഒരു ആസിഡും ഒരു പിന്നെ എന്താ പറയുക കാർബോക്സിലിക് ആസിഡും ഒരു ആൽക്കഹോളും കൂടി റിയാക്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? എസ്റ്ററിഫിക്കേഷൻ, എസ്റ്റർ ഉണ്ടാകുന്ന പ്രോസസ്സ് ഉണ്ടാവുക. ആൻഡ് ഇറ്റ് വിൽ ബിക്കം ഫ്രൂട്ടി സ്മെൽ ആയിട്ടുള്ള എസ്റ്റർ ഫോം ചെയ്യും. അപ്പോൾ അതായിരിക്കും ഈഥൈൽ എത്തനോയേറ്റ്. കാരണം എന്തേ? ഇവിടെയും ഈഥൈൽ ഉണ്ട്, ഇവിടെയും ഈഥൈൽ ഉണ്ട്. അതിൽ നിന്നും എത്തനോളിൽ നിന്നും എത്തനോയിക് ആസിഡിൽ നിന്നും വാട്ടർ ഫോം ചെയ്യും ആൻഡ് ഓൾസോ ഒരു എസ്റ്റർ ഫോം ചെയ്യും. റെഡി? സോ CH3 എന്തായിരിക്കും വരിക? COO CH2 CH3 എന്ന് പറയുന്ന ഈഥൈൽ എത്തനോയേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ ആയിരിക്കും അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എസ്റ്ററിഫിക്കേഷൻ എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്, ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കണ്ടോ, ചോദ്യത്തിൽ നിന്ന് ആൻസറിലേക്ക് മെല്ലെ മെല്ലെ എന്ത് ചെയ്യണം? നമുക്ക് എത്താൻ കഴിയേണ്ടതുണ്ട്. എങ്കിൽ നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ ഉണ്ടാവുക. ഈ രൂപത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കാർബൺ ആൻഡ് കോമ്പൗണ്ട്സിൽ ഓർഗാനിക് കെമിസ്ട്രിയുമായി റിലേറ്റഡ് പഠിക്കാനുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴും ഒരുപക്ഷെ പുതിയ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇത് പോയിന്റ് ബൈ നമുക്കറിയാം, ഒരു പോയിന്റിലെത്തി അത് വെച്ചിട്ട് നെക്സ്റ്റ് പോയിന്റ് പഠിച്ചു, അത് വെച്ച് നെക്സ്റ്റ് പോയിന്റ്, അങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഓർഗാനിക് കെമിസ്ട്രി എന്ത് ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ പഠിച്ച് തീരാനും പോകുന്നില്ല, അതിന് ആൻസറിലേക്ക് എത്താനും പോകുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക? പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുക? എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് റെഡി ആവുക. NSE-JS എക്സാമിന് എന്ത് ചെയ്യണം? നമുക്ക് ഇതിൽ നിന്ന് മാർക്കുകൾ പോകാൻ പാടില്ല. ആ രൂപത്തിൽ നന്നായിട്ട് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, നന്നായിട്ട് അത് യൂസ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. കാരണം ഇത്രയും നല്ല കാര്യങ്ങളൊന്നും നമുക്ക് ഫ്രീ ആയിട്ട് വേറെ എവിടെയും അവൈലബിൾ ആവില്ല. ആ രൂപത്തിൽ ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.